പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആയില്ലേ ഡേ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. എനിക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇന്ന്. അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ ചായയോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ന് ബട്ടൂറയും ഗ്രീൻ പീസ് കുറുമയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ് ബട്ടൂറയും ഗ്രീൻ പീസ് കുറുമയും. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാൽ മതി. ബട്ടൂറക്കുള്ള മാവ് ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 11 മണി സമയത്ത് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ രാവിലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അന്ന് ബട്ടൂറ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് റൗണ്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ബട്ടൂറയും ഗ്രീൻ പീസ് കുറുമയും. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, അറിയാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. ഇതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കയറി നോക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ ബട്ടൂറയും കുറുമയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂറ തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ക്ലീനിങ് പരിപാടിയാണ്. അനിയത്തിൻ്റെ മോക്കാണ് ഇന്നത്തെ അടിച്ചു വാരുന്ന ഡ്യൂട്ടിയൊക്കെ കിട്ടിയത്. അപ്പോൾ അവർ ഇന്നലെ വൈകിട്ടായിരുന്നു ഇവിടെ വന്നത്. കുറേ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പോൾ സ്കൂളില്ലാത്തത് കാരണം ഒരു ദിവസം നിൽക്കാമെന്നുള്ള ഇതിൻ്റെ അകത്ത് വന്നതാണ്. ഇന്ന് ഉച്ചക്ക് ലഞ്ചിനായിട്ട് ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചിക്കനിൽ മസാലയൊക്കെ തേച്ചിട്ട് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തെടുത്തതാണ്. അതുപോലെ തന്നെ മന്തി ഉണ്ടാക്കിയെടുക്കാനുള്ള സെല്ല റൈസും ഞാനിവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. ഇനി വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യണം. കുറച്ച് കറുവാപ്പട്ട, അതുപോലെ തന്നെ 3-4 ഏലക്കായ, ഗ്രാമ്പു, ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മാഗി ക്യൂബ് ഞാൻ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ റൈസിൽ നന്നായിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. ഏകദേശം ഒരു 5-8 മിനിറ്റ് ഒരു ഭാഗം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ചിക്കനിൽ മസാല തേക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ ഒരു ക്യാപ്സിക്കം കൂടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പലരും പല രീതിയിലാണ് മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഞാൻ മന്തി റൈസ് വേവിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് സവാളയും ഒരു തക്കാളിയും കൂടി അതിൽ ചേർക്കലുണ്ട്. അത് പലരും ചേർക്കലുണ്ടാവില്ല. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർക്കുമ്പോൾ. അപ്പോൾ റൈസ് ഇവിടെ ഏകദേശം ഒരു 90% കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും കുക്കാക്കി എടുത്താൽ മതി, ഓവർ കുക്കാക്കരുത്. കാരണം നമ്മൾ ചിക്കൻ്റെ മുകളിലിട്ടിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുമല്ലോ. കണ്ടല്ലോ, അധികം പൊടിഞ്ഞു പോവാതെ വേണം ഈ ഒരു റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സ്മോക്കി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട കത്തിച്ചിട്ട് കനലാക്കി എടുത്തിട്ടുണ്ട്. ഒരു പഴയ പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കത്തിച്ചെടുത്തത്. ചാർക്കോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ചിരട്ടയാണ് കത്തിച്ചിട്ട് വെക്കുന്നത്. ഇനി റൈസ് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം 5-6 പച്ചമുളക് കട്ട് ചെയ്യാതെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ഡ്രൈ ലെമണും സൈഡിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ചിരട്ടക്കനൽ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പുകഞ്ഞ് വരുന്ന സമയത്ത് ഇത് അടച്ച് വെക്കണം. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ടൊമാറ്റോ ചട്ടണിയും മയോണൈസും ഉണ്ടാക്കിയെടുക്കണം. മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ ചട്ടണി ഉണ്ടാക്കുന്ന വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇതിൻ്റെ റെസിപ്പിയും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. മന്തി ഉണ്ടാക്കുമ്പോൾ മസ്റ്റാണ് ഈ ഒരു സലാറ്റ ഹറയും അതുപോലെ തന്നെ മയോണൈസും. അങ്ങനെ ഒരു 15 മിനിറ്റോളം വെച്ചതിന് ശേഷം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തുള്ള ഒരു ചെറിയ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുഞ്ഞു പാർക്കിലാണ് നമ്മൾ പോയത്. ചിൽക്കീസ് ഐസ്ക്രീം പാർക്ക് എന്നാണ് പാർക്കിൻ്റെ പേര്. ഇതിനു മുമ്പ് ഒരിക്കൽ രാത്രി പോയപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഡെക്കറേഷൻ ബൾബൊക്കെ തെളിയിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ വൈകിട്ടാണ് പോകുന്നത്. അവിടെ കുട്ടികൾക്കുള്ള 2-3 റൈഡുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ പോയിരുന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ പോയ സമയത്ത് വഴിക്ക് വെച്ചിട്ട് തന്നെ മഴ പെയ്തു. അത് കാരണം നമുക്ക് കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. മഴ പെയ്തത് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ടേനു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു പാർക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനു മുമ്പ് വന്ന സമയത്ത് കുറച്ചൊക്കെ റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ പണി നടക്കുന്നത് കാരണം സ്ലൈഡറൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധിക സമയമൊന്നും നിന്നില്ല. ഏകദേശം സമയം 5:30 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ചൊക്കെ ഡെക്കറേഷൻ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് രാത്രിയാവുമ്പോൾ എല്ലാ ചെടികളിലും ഡെക്കറേഷൻ ബൾബൊക്കെ തെളിയിച്ചിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ മുമ്പ് ഞാൻ വന്ന സമയത്ത് ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. ബാങ്ക് വിളിക്കാനായി. 6 മണിയാകുമ്പോൾ ബാങ്ക് വിളിക്കുമല്ലോ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. പക്ഷേ മഴയായത് കാരണം ഒന്നും നടന്നില്ല. പിന്നെ ഒരിക്കലാവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.